ഹലോ സ്റ്റുഡൻസ്, ഹാലോആൽക്കീൻസ് ആൻഡ് ഹാലോഅരീൻസിൻ്റെ നോമൻക്ലേച്ചർ അതായത് നെയിമിങ്ങിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദ കോമൺ സിസ്റ്റം, അലിഫാറ്റിക് ഹാലോജൻ ഡെറിവേറ്റീവ്സ് ആർ നെയിംഡ് ആസ് ആൽക്കൈൽ ഹാലൈഡ്സ്. അതായത് കോമൺ സിസ്റ്റത്തിൽ ഹാലോ ആൽക്കീൻസിനെ ആൽക്കൈൽ ഹാലൈഡ്സ് എന്നാണ് നെയിം ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, മീഥൈൽ ക്ലോറൈഡ്. ഈ കോമ്പൗണ്ടിലെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മീഥൈൽ ഗ്രൂപ്പാണ്. Corresponding chlorine derivative is methyl chloride. Similarly, this compound is ethyl chloride. ഈ കോമ്പൗണ്ടിലെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈഥൈൽ ഗ്രൂപ്പാണ്. കറസ്പോണ്ടിങ് ക്ലോറിൻ ഡെറിവേറ്റീവ് ഇസ് ഈഥൈൽ ക്ലോറൈഡ്. ഈ കോമ്പൗണ്ടിലെ ആൽക്കൈൽ പാർട്ടിൽ ഒരു കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ. സോ ദ കറസ്പോണ്ടിങ് വേർഡ് റൂട്ട് ഇസ് മെത്ത് ആൻഡ് ദ കറസ്പോണ്ടിങ് ആൽക്കൈൽ ഗ്രൂപ്പ് ഇസ് മീഥൈൽ. അതുപോലെ ഈ കോമ്പൗണ്ടിലെ ആൽക്കൈൽ പാർട്ടിൽ 2 കാർബൺ ആറ്റംസ് ആണുള്ളത്. കറസ്പോണ്ടിങ് വേർഡ് റൂട്ട് ഇസ് എത്ത് ആൻഡ് ദ കറസ്പോണ്ടിങ് ആൽക്കൈൽ ഗ്രൂപ്പ് ഇസ് ഈഥൈൽ. ഇതുകൂടാതെ നോർമൽ, ഐസോ, നിയോ എന്നിങ്ങനെയുള്ള വേർഡ്സും കോമൺ സിസ്റ്റത്തിലുള്ള നോമൻക്ലേച്ചറിൽ യൂസ് ചെയ്യാറുണ്ട്. ഒരു ആൽക്കൈൽ ഹാലൈഡിലെ ആൽക്കൈൽ പാർട്ടിലുള്ള എല്ലാ കാർബൺ ആറ്റവും സ്ട്രെയിറ്റ് ചെയിനിലാണെങ്കിൽ അത്തരം ആൽക്കൈൽ ഹാലൈഡ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നോർമൽ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. ഈ 2 ഗ്രൂപ്പ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ആൽക്കൈൽ ഹാലൈഡ് ഐസോ ആണോ അതോ നിയോ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് നോർമൽ പ്രൊപ്പൈൽ ക്ലോറൈഡ്. ഈ ഒരു കോമ്പൗണ്ടിലെ ആൽക്കൈൽ പാർട്ടിലെ എല്ലാ കാർബൺ ആറ്റംസും സ്ട്രെയിറ്റ് ചെയിനിലാണ്. സോ ദിസ് ഈസ് നോർമൽ പ്രൊപ്പൈൽ ക്ലോറൈഡ്. നെക്സ്റ്റ് വൺ, ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്. ഈ കോമ്പൗണ്ടിലെ ഈ ഒരു ഗ്രൂപ്പാണ് ഐസോ എന്നുള്ള ടേമിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഐസോ എന്നുള്ള ടേം യൂസ് ചെയ്യുമ്പോൾ ആൽക്കൈൽ പാർട്ടിലെ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസിനെ ബേസ് ചെയ്തിട്ടാണ് വേർഡ് റൂട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ദർ ആർ 3 കാർബൺ ആറ്റംസ്, സോ ദ വേർഡ് റൂട്ട് ഇസ് പ്രൊപ്പ് ആൻഡ് ദ കോമ്പൗണ്ട് ഇസ് ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്. നെക്സ്റ്റ് കോമ്പൗണ്ട് നിയോ പെൻഡൈൽ ക്ലോറൈഡ്. ഇവിടെ ഈ ഒരു ഗ്രൂപ്പാണ് നിയോ എന്നുള്ള ടേമിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. നിയോ എന്നുള്ള ടേം യൂസ് ചെയ്യുമ്പോൾ ഈ ആൽക്കൈൽ പാർട്ടിലെ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസിനെ ബേസ് ചെയ്തിട്ടാണ് വേർഡ് റൂട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ആൽക്കൈൽ പാർട്ടിലെ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 5 ആണ്. സോ വേർഡ് റൂട്ട് ഇസ് പെൻഡ് ആൻഡ് ദ കോമ്പൗണ്ട് ഇസ് നിയോ പെൻഡൈൽ ക്ലോറൈഡ്. കോമൺ സിസ്റ്റത്തിൽ ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ നെയിം 2 സെപ്പറേറ്റ് വേർഡ്സ് ആയിട്ടാണ് എഴുതാറുള്ളത്. ഫോർ എക്സാമ്പിൾ, മീഥൈൽ ക്ലോറൈഡ്, ഈഥൈൽ ക്ലോറൈഡ്, എക്സിട്ര. ഇനി IUPAC നോമൻക്ലേച്ചറിൽ എങ്ങനെയാണ് ഒരു ആൽക്കൈൽ ഹാലൈഡ് നെയിം ചെയ്യുന്നതെന്ന് നോക്കാം. എക്സാമിന് ചോദിക്കുന്നതും ഈ ടൈപ്പ് നോമൻക്ലേച്ചറാണ്. According to IUPAC nomenclature, alkyl halides are named as haloalkanes and the name is written as one word. For example, consider this compound CH3CH2CH2Br. IUPAC നോമൻക്ലേച്ചറിൽ ആദ്യമായി ചെയ്യേണ്ടത് ആ കോമ്പൗണ്ടിലെ ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് കാർബൺ ആറ്റത്തിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ കാർബൺ ചെയിൻ എങ്ങനെയുള്ളതായിരിക്കണം? എല്ലാ സബ്സ്റ്റിറ്റ്വൻസിനെയും ഫങ്ഷണൽ ഗ്രൂപ്പിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നതും ആയിരിക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ദ ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് മോളിക്യൂൾ. ഇനി ആ കാർബൺ ചെയിനിനെ നമ്പർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. എങ്ങനെയാണ് നമ്പർ ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്വൻ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം അല്ലേ? സോ വി ക്യാൻ നമ്പർ ദ കാർബൺ ആറ്റംസ് ലൈക്ക് ദിസ്: 1, 2, 3. So the word root is prop. Next we want to determine primary suffix, that is ANE, ENE or YNE. Primary suffix determine ചെയ്യുന്നത് എന്താണ്? കാർബൺ ആറ്റംസിന് ഇടയിലുള്ള ബോൺസ് ഏത് ടൈപ്പ് ബോൺസ് ആണ് എന്നുള്ളതാണ്. സോ ഹിയർ ഓൾ ദ ബോൺസ് ആർ സിംഗിൾ ബോൺസ്. സോ ദ പ്രൈമറി സഫിക്സ് ഇസ് ANE. സോ വി ക്യാൻ റൈറ്റ് propane. Next we want to write the secondary suffix, and the secondary suffix represent the functional group. Here there is no functional group. Here only the substituent Br is present.
സോ സബ്സ്റ്റിറ്റ്വൻസിനെ സാധാരണ പ്രിഫിക്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഇവിടുത്തെ സബ്സ്റ്റിറ്റ്വൻറ്റ് എന്നുള്ളത് ബ്രോമിൻ ആണ്. സോ കറസ്പോണ്ടിങ് പ്രിഫിക്സ് ഇസ് ബ്രോമോ and the bromine is attached to the first carbon atom. So we can write it as 1 bromopropane. 1 bromopropane. And in IUPAC nomenclature, a number and a word should be separated by a hyphen and the name should be written as a single word. Next compound CH3, CH, CH3, CH2, Cl. So the first step is select the longest continuous chain of carbon atom including all the functional groups and substituents. So this is the longest continuous chain of carbon atom. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പറിംഗ് ഓഫ് ദ കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ. അതെങ്ങനെ നമ്പർ ചെയ്യണം? സബ്സ്റ്റിറ്റ്വൻസിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന വിധത്തിൽ നമ്പർ ചെയ്യണം. സോ വി ക്യാൻ നമ്പർ ദ കാർബൺ ആറ്റംസ് ഇൻ ദിസ് കോമ്പൗണ്ട് ലൈക്ക് ദിസ് 1 2 3. സോ ദ വേർഡ് റൂട്ട് ഇസ് prop and the primary suffix is ane because all the bonds connecting this carbon atoms are single bonds. Next, there is no functional group in this compound, so there is no secondary suffix. Next, we want to represent the name of the substituents. Here there are two substituents, methyl and chloro. ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുമ്പോൾ ഏതാ ഫസ്റ്റ് വരിക? ക്ലോറോ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ് ഫസ്റ്റ് വരിക. അത് എഴുതുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം, കൂടാതെ അതിൻ്റെ പൊസിഷൻസും മെൻഷൻ ചെയ്യണം. സോ വി ക്യാൻ റൈറ്റ് 1 -chloro, next -2 -methyl propane. Okay, so the name of the compound is 1-chloro-2-methyl propane. The dihalogen derivatives having same type of halogen atoms on the same carbon atom are known as geminal dihalides or gem dihalides. For example, ഈ ഒരു കോമ്പൗണ്ടിൽ 2 ഹാലോജൻ ആറ്റംസ് ആണുള്ളത്. ആ 2 ഹാലോജൻ ആറ്റംസും സെയിം ടൈപ്പ് ഹാലോജൻ ആറ്റംസ് ആണ്. കൂടാതെ ആ 2 ഹാലോജൻ ആറ്റംസും സെയിം കാർബണിനോടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അത്തരം ഡൈഹാലൈഡ്സിനെയാണ് ജെമിനൽ ഡൈഹാലൈഡ്സ് അല്ലെങ്കിൽ ജെം ഡൈഹാലൈഡ്സ് എന്ന് പറയുന്നത്. The dihalogen derivatives having the two similar halogen atoms on adjacent carbon atoms are called vicinal dihalides or vis dihalides. ഫോർ എക്സാമ്പിൾ, ഈ ഒരു കോമ്പൗണ്ടിൽ 2 ഹാലോജൻ ആറ്റംസ് ആണുള്ളത്. ആ 2 ഹാലോജൻ ആറ്റംസും സെയിം ടൈപ്പ് ഓഫ് ഹാലോജൻ ആറ്റംസ് ആണ്. കൂടാതെ അവ അടുത്തടുത്ത് കിടക്കുന്ന 2 കാർബൺ ആറ്റത്തിനോടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അത്തരം ഡൈഹാലൈഡ്സിനെയാണ് വിസിനൽ ഡൈഹാലൈഡ്സ് ഓർ വിസ് ഡൈഹാലൈഡ്സ് എന്ന് പറയുന്നത്. അരോമാറ്റിക് ഹാലോജൻ ഡെറിവേറ്റീവ്സിനെ ഹാലോ അരീൻസ് എന്നാണ് നെയിം ചെയ്യാറുള്ളത്. കൂടാതെ സബ്സ്റ്റിറ്റ്വൻസിൻ്റെ പൊസിഷനും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഇത് IUPAC നോമൻക്ലേച്ചറിൽ 1-2, 1-3 and 1-4 എന്നും കോമൺ സിസ്റ്റത്തിൽ ഓർത്തോ, മെറ്റ, പാര എന്നുമാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. For example, in common system, the name of this compound is bromobenzene, and in IUPAC system also the name of this compound is bromobenzene. Similarly, in this compound there are 2 substituents. അതായത് ഇവിടെ 2 ബ്രോമിൻ ആറ്റംസ് സബ്സ്റ്റിറ്റ്യൂൻസ് ആയി വരുന്നുണ്ട്. സോ ഒരു ബ്രോമിൻ ആറ്റത്തിൻ്റെ പൊസിഷൻ നമ്മൾ ഫിക്സഡ് ആക്കി വെക്കും, എന്നിട്ട് അതിന് 1 കൊടുക്കും. ആ ബ്രോമിനാറ്റത്തിൻ്റെ പൊസിഷൻ ബേസ് ചെയ്തിട്ടാണ് സെക്കൻഡ് ബ്രോമിനാറ്റത്തിൻ്റെ പൊസിഷൻ മെൻഷൻ ചെയ്യുന്നത്. സോ ദിസ് പൊസിഷൻ ഇസ് മെറ്റ വിത്ത് റെസ്പെക്ട് ടു ദ പൊസിഷൻ ഓഫ് ദിസ് ബ്രോമിനാറ്റം. സോ ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഇൻ കോമൺ സിസ്റ്റം ഇസ് മെറ്റ ഡൈബ്രോമോബെൻസീൻ. എന്നാൽ IUPAC സിസ്റ്റത്തിൽ നമ്പർ ചെയ്യുമ്പോൾ ഇവിടെ 1, 2, 3 എന്ന് വരും. സോ ദിസ് വിൽ ബി ദ തേർഡ് പൊസിഷൻ.
So the name of this compound is 1,3-dibromobenzene in IUPAC system. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. And the first compound is CH3 twice CH CH Br CH3. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ എല്ലാ സബ്സ്റ്റിറ്റ്യൂൻസിൻ്റെയും പൊസിഷൻ മനസ്സിലാവുന്ന രീതിയിൽ ആ കോമ്പൗണ്ടിനെ എഴുതുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സോ ഹിയർ ദർ ഇസ് CH3 twice, അതായത് 2 മീഥൈൽ ഗ്രൂപ്പ് ഈ ഒരു കാർബണിനോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് CH3 C CH3. അതുകൂടാതെ ഈ കാർബണിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഹൈഡ്രജൻ ആറ്റം കൂടിയുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് CH. ദെൻ അഗെയിൻ CH and one bromine atom is attached to this carbon atom, so Br, then CH3. ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നെയിമിംഗ് കുറച്ചുകൂടി എളുപ്പമാകും. നെക്സ്റ്റ് വി ഹാവ് ടു സെലക്ട് ദ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് കാർബൺ ആറ്റം ഇൻക്ലൂഡിംഗ് ഓൾ ദ സബ്സ്റ്റിറ്റ്യൂൻസ്. ഈ ഒരു കോമ്പൗണ്ടിൽ ഈ കാർബൺ ചെയിനും എല്ലാ സബ്സ്റ്റിറ്റ്യൂൻസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് കാർബൺ ആറ്റംസ് ആണ്. സോ ഇതിൽ ഏത് കാർബൺ ചെയിൻ എടുത്താലും കറക്റ്റാണ്. ഒന്നുകിൽ ഈ രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ രീതിയിൽ എടുക്കാം. സോ ഈ രീതിയിലുള്ള കാർബൺ ആറ്റമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ കാർബൺ ആറ്റംസിനെ നമ്പർ ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റംസിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലാണ് നമ്പർ ചെയ്യുന്നത്. സോ വി ക്യാൻ നമ്പർ ദ കാർബൺ ആറ്റംസ് ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് 1, 2, 3 and 4. So in the longest continuous chain there are 4 carbon atoms. So the word root is bute. പാരന്റ് ചെയിനിലെ കാർബൺ ആറ്റംസ് നമ്പർ ചെയ്യുമ്പോൾ ആൽക്കൽ ഗ്രൂപ്പ്സിനേക്കാളും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഹാലോജൻ ആറ്റംസിനാണ്. അതായത് ഹാലോജൻ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. നെക്സ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദ പ്രൈമറി സഫിക്സ്. The primary suffix is determined from the nature of the linkages between carbon atoms. ഇവിടെ കാർബൺ ആറ്റംസിൻ്റെ ഇടയിലുള്ള ബോൺസ് എല്ലാം സിംഗിൾ ബോൺസ് ആണ് അല്ലേ? സോ ദ പ്രൈമറി സഫിക്സ് ഇസ് ANE. ദർ ഇസ് നോ സെക്കൻഡറി സഫിക്സ് ബിക്കോസ് ദർ ഇസ് നോ ഫങ്ഷണൽ ഗ്രൂപ്പ്. സെക്കൻഡറി സഫിക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ്. ഈ കോമ്പൗണ്ടിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് സെക്കൻഡറി സഫിക്സ് എഴുതേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായി സബ്സ്റ്റിറ്റ്യൂൻസിൻ്റെ നെയിമാണ് എഴുതേണ്ടത്. സബ്സ്റ്റിറ്റ്യൂൻസിൻ്റെ നെയിംസ് സാധാരണ പ്രിഫിക്സ് ആയിട്ടാണ് എഴുതാറുള്ളത്. അതായത് വേർഡ് റൂട്ടിൻ്റെ മുൻപിലായിട്ടാണ് സബ്സ്റ്റിറ്റ്യൂൻസിൻ്റെ നെയിം എഴുതുന്നത്. ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂൻസ് ആണുള്ളത്. ഒന്ന് മീഥൈൽ ഗ്രൂപ്പും ഒന്ന് ബ്രോമിൻ ആറ്റവും. അതായത് 1 സബ്സ്റ്റിറ്റ്യൂൻറ്റ് ഇസ് മീഥൈൽ ആൻഡ് ദ അനദർ 1 ഇസ് ബ്രോമിൻ ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ആസ് ബ്രോമോ. ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുമ്പോൾ ഇതിൽ ഏതാണ് ആദ്യം വരുന്നത്? ബ്രോമോ അല്ലേ? സോ വൈൽ റൈറ്റിംഗ് ദ നെയിംസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂൻസ് വി ഹാവ് ടു മെൻഷൻ ഇറ്റ്സ് പൊസിഷൻ ഓൾസോ. സോ വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദി സബ്സ്റ്റിറ്റ്യൂൻറ്റ് ബ്രോമോ? ഇറ്റ് ഈസ് 2. സോ 2-bromo. A word and a number should be separated by a hyphen according to IUPAC system. Then methyl group is attached to the 3rd carbon atom. So its position is 3. So we want to write 3-methyl. So after bromo, again 1 hyphen, then 3, then again 1 hyphen, then methyl. Actually we have to write this name as a single word, that is 2-bromo 3-methyl butane, and this is the name of this compound. Next example, CH3 CH 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 CH3 Br. ഈ ഓരോ ജംഗ്ഷനും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ കാർബൺ ആറ്റത്തിനെയാണ്. ഓക്കെ, സോ ആദ്യമായി ചെയ്യേണ്ടത് ഈ ഒരു മോളിക്യൂളിലെ എല്ലാ സബ്സ്റ്റിറ്റ്യൂൻസും മനസ്സിലാകുന്ന രീതിയിൽ ഈ മോളിക്യൂളിനെ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് മോളിക്യൂൾ ആസ് CH3, then CH, then double bond, then again CH, then single bond, then CH, one CH3 also attached to this carbon atom, then one bromine.
also attached to this carbon atom. This is the molecule. Next step, select the longest continuous chain of carbon atom including all the substituents. And here there is one multiple bond, that is a double bond. So we have to consider this double bond also while selecting the longest continuous chain of carbon atom. So which is the longest continuous chain of carbon atom? This will be the longest continuous chain of carbon atom. Okay. Next step, numbering the carbon atoms in the longest continuous carbon chain. Isn't it? ഈ മോളിക്യൂളിൽ സബ്സ്റ്റിറ്റ്യൂൻസും ഉണ്ട്, കൂടാതെ ഒരു മൾട്ടിപ്പിൾ ബോണ്ടും ഉണ്ട് അല്ലേ, അതായത് ഒരു ഡബിൾ ബോണ്ടും ഉണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ ബോണ്ട്സ് ഉള്ള കോമ്പൗണ്ട്സിൽ മൾട്ടിപ്പിൾ ബോണ്ട്സിനാണ് നമ്പറിങ്ങിൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതായത് മൾട്ടിപ്പിൾ ബോണ്ട്സിൽ ഇൻവോൾവ് ചെയ്യുന്ന കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലാണ് നമ്പറിങ് ചെയ്യേണ്ടത്. So we can number this molecule like this: 1, 2, 3, 4 and 5. Okay. The longest continuous chain of carbon atom is also known as parent chain, and here there are 5 carbon atoms in the parent chain. So the word root is pend. അടുത്തതായി primary suffix ആണ് എഴുതേണ്ടത്. And here there is one double bond in between these two carbon atoms. So the primary suffix is ENE. And what is its position? That double bond is in between the carbon atoms 2 and 3. അല്ലേ, രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബൺ ആറ്റത്തിൻ്റെ ഇടയിലാണ് ഈ ഡബിൾ ബോണ്ട് ഉള്ളത്. സോ ഈ രണ്ട് കാർബൺ ആറ്റത്തിലെയും ചെറിയ നമ്പറാണ് ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനായി സെലക്ട് ചെയ്യേണ്ടത്. So what is the position of ENE? It is 2. So pend 2 ene. That is pend -2 -e. A word and a number should be separated by a hyphen in IUPAC system of nomenclature. Next, there is no functional group, so there is no secondary suffix. Next, we have to write the name of the substituent. Here there is only one substituent, that is one bromine atom, and it can be represented as bromo. And what is its position? Fourth carbon atomilana bromine attached ചെയ്തിരിക്കുന്നത്. So its position is 4. So we can write it as prefix, that is 4-bromo pend 2-ene. This is the IUPAC name of this compound. Okay. So these are the important points related to the nomenclature of haloalkanes and haloarenes. I hope you understood the topic. Okay. Thank you.